കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിന് വേണ്ടി കർത്തൃപാദപീഠത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളത് സത്യമാണ്. വിവിധ സംഭവങ്ങൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ തയ്യാറാകേണ്ടത് കുറച്ചും കൂടെ ഓവർ ടൈം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു, അതിന് തക്കതുല്യമായ ജീവിതം നയിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാപ്തരാകണമെന്നുള്ളതാണ് നമ്മളെ അറിയിക്കുന്ന ദൂതുകൾ. അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ദൈവം ഏറ്റവും അധികം എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്താണ് ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചതെന്ന് നമ്മൾ നോക്കണം. അവര് വലിയ കാര്യമായി 430 വർഷങ്ങൾ മിസ്രയീമിൽ അടിമത്തം വഹിച്ച് അതിനുശേഷം മോശ മുഖാന്തരം അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക്, അല്ലെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് ആമേൻ ദൈവം കൊണ്ടുപോയി. എന്ത് വളരെ സ്നേഹത്തോടെ അവരെ കൊണ്ടുപോകുന്ന, അവർക്ക് മരുഭൂമിയിൽ കഴിക്കാനുള്ള മന്ന അവർക്ക് ലഭിച്ചു. അതെല്ലാം ശ്രേഷ്ഠമാണ്. മന്നയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയാൽ ഒത്തിരി പഠിക്കണം, ഞാനതിലേക്ക് പോകുന്നില്ല. മന്ന അവർക്ക് കിട്ടി. അവർ മിസ്രയീമിലായിരുന്നപ്പോൾ അടി കൊണ്ടും എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചാണ് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആഹാരം കഴിക്കാൻ പോലുമുള്ള സമയമില്ലാതെ കടുത്ത ഊഴിയ വേലക്കാർ നിമിത്തം അവർ വല്ലാതെ ഭാരപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ മരുഭൂമിയിൽ രാവിലെ മഞ്ഞിനകത്തു നിന്ന് പെറുക്കി അവർക്ക് ആവശ്യമുള്ളത് കഴിക്കാനുള്ള മന്ന ദൈവം അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത് ചെയ്ത് ജനത്തെ നയിച്ചു. ഈ ജനത്തെ എല്ലാം കൂടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. അതിന് 3 ഭാഗങ്ങളായി തിരിച്ചു. അവിടെ യാഗവും ആരാധനയും ഇതെല്ലാം ഇതിനകത്ത് നടന്നു. ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്ത് പാടി. പക്ഷേ ഈ പെട്ടകം ചുമക്കുന്ന, കൂടാരത്തിൻ്റെ കുറ്റികൾ ചുമക്കുന്ന ഒത്തിരി പേര് ശുശ്രൂഷയ്ക്കായി മാത്രം വേർതിരിച്ച് അതിനുവേണ്ടി നിന്നിട്ടുള്ള അനവധി ആൾക്കാർ ഉണ്ട്. ഗായ സംഘങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും നടത്തിപ്പുകാരൻ ഉൾപ്പെടെ, മോശ ഉൾപ്പെടെ, ഈ പെട്ടകം ചുമന്നവരും കൂടാരത്തിൻ്റെ കുറ്റികൾ ഇളക്കി അതിൻ്റെ സാമഗ്രികളെല്ലാം ചുമന്നുകൊണ്ട് പോയവരും തപ്പെടുത്ത് പാടിയ മിരിയാം പോലും ആമേൻ ഇവരെ ഒന്നും നമ്മൾ എവിടെ കാണാൻ കഴിയുന്നില്ല. കനാൻ നാട്ടിൽ ഇവരാരുമില്ല. പെട്ടകം ചുമന്ന തഴമ്പൊക്കെ അവരുടെ തോളെ കാണും. പക്ഷേ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പെന്തക്കോസിനകത്തിരുന്നും ഈ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടുമൊക്കെ സത്യത്തിൽ നമുക്ക് തഴമ്പ് വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനായിരിക്കാം. കാരണം ഇതൊന്നും നമുക്ക് കേട്ടാൽ മനസ്സിലാകാത്ത നിലയിൽ നമ്മൾ അതപ്പതിച്ചു പോകുന്നു എന്നൊരു സംശയമില്ലാഴികയില്ല. എത്ര ദൈവവചനം കേട്ടാലും, ദൈവവചനം നമ്മൾ എത്ര മനസ്സിലാക്കിയാലും, നമുക്ക് ആകേണ്ടതുപോലെ നമ്മൾ ആകണം, നമ്മളൊന്നും അല്ല എന്നുള്ളത് സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയാം. സഭയ്ക്കകത്ത് എന്തെങ്കിലും ആയതുകൊണ്ടോ, ഈ പെട്ടകം ചുമക്കാൻ നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു ഉപകരണം ചുമന്നുകൊണ്ട് പോകാനോ, അല്ലെങ്കിൽ അതുപോലെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ കാട്ടിക്കൂട്ടിയത് കൊണ്ടൊന്നും, അതിൻ്റെ പേരിലൊന്നും ദൈവം ഒരാളെയും സ്വർഗത്തിലേക്ക് വിളിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിത രീതി പാടെ മാറി ദൈവവചനത്തിന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകണം. അതാണ് നമുക്ക് വേണ്ടത്. നമുക്കും അത് ഉണ്ടാകണം. അതിനകത്ത് പാസ്റ്ററെന്നോ മെത്രാനെന്നോ ആരുമില്ല, വിശ്വാസിയെന്നോ ഒന്നൊന്നുമില്ല. അതിനകത്ത് പാരമ്പര്യമില്ല, പഴക്കമില്ല. നമ്മളെല്ലാവരും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളായേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു ജീവിതം ഇവിടെ ജീവിച്ചിട്ട്
നിത്യതയിലേക്ക് പോകാമോ എന്ന് നമ്മൾ വ്യാമോഹിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ധന്യനായ പൗലോസും ഒക്കെ പറയുന്നത്, വല്ല വിധേനയും എനിക്ക് എവിടെ ചെന്നാൽ മതി, കർത്തൃസന്നിധിയിൽ ഒന്ന് ചെന്നാൽ മതി. ഇവിടുത്തെ ജീവിതം അത്ര ദുഷ്കരമായ ഒന്നാണ്. പക്ഷെ ഇതിൻ്റെ നടുവിലും നമുക്ക് ജീവിക്കാനായി എല്ലാവിധമായ സൗകര്യങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗങ്ങളിലേക്ക് നമുക്ക് വേഗം വന്ന് കാര്യങ്ങളെ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ ഓർക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും ആരാകണം, സൽഗുണപൂർണരാകണമെന്ന് യേശുവിൻ്റെ ആ തിരുവായി മൊഴി ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും സൽഗുണമുള്ളവരാകണം. ആമേൻ. അതിന് നമുക്ക് എഫെസ്യ ലേഖനത്തിൽ ധന്യനായ പൗലോസ് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, നമ്മളെ സൽഗുണത്തിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ദുർഗുണം ആണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള സകല ദുർഗുണങ്ങളും നമ്മൾ വിട്ടുകളയണം, വിട്ടുമാറണം. എഫെസ്യ ലേഖനത്തിന് 4-ാം അധ്യായം 31-32 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദൈവസഭയ്ക്ക് എഴുതി തന്നിരിക്കുന്ന മഹത്തായ ഈടുറ്റ ശക്തമായ ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫെസ്യ ലേഖനം. ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ഏറ്റവും മഹത്വവും അതുല്യവുമായ ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അങ്ങനെയുള്ള ദുർഗുണങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്നാ? വിട്ടൊഴിഞ്ഞിട്ട് അതെല്ലാം വിട്ടൊഴിയണം. നമ്മൾ വിടുക മാത്രമല്ല, നമ്മളെല്ലാം താൽക്കാലിക സമയത്തേക്ക് വിടും, പക്ഷെ വീണ്ടും ആവശ്യം വരുമ്പോൾ എടുക്കും. അങ്ങനെയുള്ളവരാകരുത് നമ്മൾ. ആമേൻ. ആവശ്യം വരുമ്പോൾ എടുക്കാനും ആവശ്യമില്ലാത്തവ കളയാനും ഉള്ളതല്ല. നമ്മൾ ഉപേക്ഷിച്ചാൽ എന്നേക്കുമായി അതിനെ വിട്ട് ഒഴിയണം. അങ്ങനെ ഒന്നും നമുക്കുണ്ടാവില്ല. അതിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിച്ചു, നോട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. നമ്മൾ ആ വായിച്ച വാക്യത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച 4-ാം അധ്യായത്തിൽ 25-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. എന്തിനാണ് അങ്ങനെ സത്യം സംസാരിക്കണമെന്ന് പറഞ്ഞതെന്നും കൂടെ ചേർക്കുന്നുണ്ട്. നാം തമ്മിൽ അവയവങ്ങളല്ലോ. നമ്മൾ ഒരാളോട്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ തമ്മിൽ ആരാണ്? അവയവങ്ങളാണ്. ആരുടെ അവയവങ്ങളാ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാ. അപ്പോൾ ഒരാൾ കൈയാണെങ്കിൽ വേറൊരാൾ കാലാണ്. അപ്പം ഈ ഒരു ശരീരത്തിലിരിക്കുന്ന അവയവങ്ങളോട് പോലും നീതി പുലർത്തി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ കൈയുടെ വിരലൊന്ന് മുറിഞ്ഞാൽ അത് ആ മുറിയുന്ന സമയത്ത് തന്നെ നമ്മുടെ തല അതറിയുന്നുണ്ട്. നമുക്ക് വേദന ഉണ്ടാകുന്നു. അത് നമുക്ക് ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സെൻസ് നമുക്കുണ്ട്. എന്നതുപോലെ തമ്മിൽ അവയവങ്ങളായ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുമ്പോൾ തമ്മിൽ എന്ത് പറയരുത്? പോഷ്ക്ക് പറയരുത്. ഹലോ, തമ്മിൽ നമ്മൾ എന്നാ പറയരുത്? പോഷ്ക്ക് പറയരുത്. ആമേൻ. ദൈവവചനം പഠിക്കുന്ന വേളകളിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കി നമുക്കായിരിക്കാനായിട്ട് കഴിയണം. നമ്മൾ എന്തിനാ തമ്മിൽ ഈ ഫോഷ്ക്ക് പറയുന്നതെന്ന് അറിയില്ല. അവനവൻ്റെ കാര്യപ്രാപ്തിക്കോ അല്ലെ കാര്യം നേടുന്നതിനോ എന്തെങ്കിലും ബെഡായി അടിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഫോഷ്ക്കൊക്കെ പറയുന്നത്. പിന്നെ പണ്ടാരുടെ പറഞ്ഞാൽ അത്യാവശ്യത്തിന് 1-2 ഒക്കെ പറയുന്നതിന് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് പോലെ, ദൈവമക്കളെ, അത്യാവശ്യത്തിന് പോയിട്ട് ആവശ്യമല്ല ഒരു കാര്യത്തിനും നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല. തമ്മിൽ അവയവങ്ങൾ ആയിരിക്കുന്നവരോട് എന്ത് പറയേണ്ട ആവശ്യമില്ല? പോഷ്ക്ക് പറയരുത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതിലാണ്? പോഷ്ക്ക് പറയുന്നതിലൊക്കെ നമ്മൾ കൂടുതൽ താല്പര്യം കാണാറുണ്ട്. എനിവേ, അത് നമുക്ക് അങ്ങനെ പോഷ്ക്ക് പറയുക, നമുക്ക് അനീതിയായ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ നമുക്കാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, പിന്നെ നമുക്കാണ് കോപം, ക്രോധം, കുറ്റങ്ങൾ ആരോപിക്കുക ഇത്യാദിയുള്ള വിഷയങ്ങൾ. ഇതെല്ലാം ഏത് ഗുണത്തിൽ പെടുന്നതാ? ഇതെല്ലാം ഏത് ഗുണത്തിലുള്ളതാ?
ദുർഗുണത്തിലുള്ള. ഇനിയും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ അതിൻ്റെ 5-ാം അധ്യായത്തിലോട്ടൊക്കെ വന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, ഇത് കാണാൻ കഴിയുന്നതൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മൾക്ക് ഇവിടെ അതിൻ്റെ പിന്നെ 9-ാമത്തെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ, സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. നമ്മൾ സൽഗുണമുള്ളവരാകണം. ഇപ്പം നമുക്ക് ഇവിടെ കേട്ടത് ദുർഗുണമുള്ളവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പം കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുമ്പോൾ, എൻ്റെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും ആരാകണം? സൽഗുണപൂർണരാകണം. അതിൻ്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അതിൻ്റെ 6-ാം, ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ എന്താകുന്നു? വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ, സകല സൽഗുണവും. നോക്കണം, അപ്പോൾ കർത്താവിന് പ്രസാദമുള്ളത് എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ നടക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സൽഗുണം. ഇതിനകത്ത് വായിക്കാൻ നമുക്ക് കഴിയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പറവാൻ പോലും എന്താകുന്നു? ലജ്ജയാകുന്നു. കാരണം ഓരോരുത്തരുടെ ഗുണങ്ങളൊന്നും നമുക്ക് പൊതുവിൽ പോലും എന്ത് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവർ അന്യഭാഷ പറയുന്നുണ്ട്, അവർ പാട്ട് പാടുന്നുണ്ട്, അവർ ആരാധനയ്ക്ക് വരുന്നുണ്ട്, അവരുടെ കയ്യിലും ബൈബിളുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷേ ചിലർ ചെയ്യുന്ന കാര്യം നമുക്ക് പൊതുവിൽ പറയാൻ പോലും എന്തുവാ? ലജ്ജ. ദൈവവചനം പറയുന്നു, ലജ്ജയായതിൽ അവർക്ക് ചിലർക്ക് മാനം തോന്നുക. ദൈവമക്കളെ, അങ്ങനെയുള്ള ഗുണമുള്ളവരെല്ലാം നമ്മുടെ ഇതിനകത്തുണ്ടെന്ന് അങ്ങനെ നമ്മൾ വിവേചനപരമുള്ളവരായി മാറണം. നമ്മൾ വിവേചിക്കാൻ കഴിയണം. നമ്മൾ ഈ പുസ്തകം എടുത്തതും ഈ കൊട്ടിയും പാടിയും നടക്കുന്നതും ആരെയും ബോധിപ്പിക്കാനല്ല. ഞാൻ ഈ പുസ്തകം എടുത്തതും, ഞാൻ ദൈവത്തെ വിളിക്കുന്നതും, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതും, ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു യാഗമായി സമർപ്പിക്കപ്പെടുന്നതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എനിക്ക് എൻ്റെ പ്രിയന്റെ സന്നിധിയിലെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെട്ടിപ്പിടിച്ച് കാര്യത്തിൻ്റെ പുറകെ ഓടി നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. വിളിച്ച നമ്മളെ കർത്താവിൻ്റെ ശിഷ്യരായി നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയണം. സകല ദുർഗുണവും നമ്മളെ വിട്ടെന്ത് ചെയ്യണം? മാറണം. നമ്മൾ ഓരോ ദിവസവും ആരാധിക്കും തോറും, വചനം കേൾക്കും തോറും ഒക്കെ നമുക്ക് വരേണ്ട ഒരു വലിയ മാറ്റം നമുക്ക് വന്നേ പറ്റൂ. നമ്മൾ ഈ ജഡത്തിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കോപം വരാറുണ്ട്, ക്രോധം ഉണ്ടാകാറുണ്ട്, അതിൻ്റെ പിന്നിൽ വരുന്ന അസൂയയൊക്കെ ഉണ്ടാകാറുണ്ട്, വഴക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ചില പോരാട്ടങ്ങളാണ്. അതിനകത്തുനിന്നെല്ലാം നമുക്ക് ജയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ അടുത്തറിയും തോറും എനിക്കും നമുക്കും വരേണ്ട ആ രൂപാന്തരം നമുക്ക് വരണം. വരുന്നില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു 10 കൊല്ലമോ ഒരു 20 കൊല്ലമോ ഒക്കെ ആരാധിച്ചിട്ട് നമുക്ക് വരേണ്ട മാറ്റം ക്രമീകൃതമായി വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്തൊന്നും അല്ല ജീവിക്കുന്നത്, ഒരു പ്രഹസനത്തിന് വേണ്ടി. നമ്മൾ ഈ വചനമൊക്കെ പഠിക്കുന്നത് നമ്മളൊരു കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു പ്രഹസനം നമ്മൾ കാണുന്നതല്ലേ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നു. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ശക്തമായി കാണുന്നു. എത്രയോ ദൈവദാസന്മാരെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു സഹോദരി വന്ന് കഴുത്തിന് ഞെക്കി പിടിച്ചേച്ച് ഒരു കർത്തദാസന്റെ കന്നത്തടിക്കുമ്പോൾ അദ്ദേഹം ഈ മാസ്ക് മാറ്റിയിട്ട്
അപ്പുറത്തെ കണ്ണും കൂടെ കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ആമേൻ. സാധാരണക്കാരിൽ സാധാരണക്കാരായ സാധുക്കളായ ദൈവമക്കളിൽ ആ സ്നേഹത്തിന്റെ നിറവ് കാണുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആ സ്നേഹത്തിന്റെ പ്രദർശനക്കാരായി മാറാൻ നമുക്ക് പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആമേൻ. നമുക്കൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മുടെയൊക്കെ ദേഷ്യം എവിടെ ഇരിക്കുന്നേ? നമ്മുടെ ദേഷ്യമൊക്കെ മൂക്കത്തായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തേലുമൊക്കെ കാണുമ്പോൾ ഈ ദേഷ്യം വരുന്ന ഉടനെ ആദ്യം ചുമക്കുന്ന സാധനമാണ് ഇത് മൂക്ക്, അല്ലേ? മൂക്കെല്ലാം ഇങ്ങനെ നല്ല ചാമ്പങ്ങ പോലെ ഇരിക്കും. അന്നേരം അറിയാൻ പിന്നെ 2 അൻപിൻപാട് ദൂരത്ത് എന്ത് ചെയ്തോണം, മാറിക്കണം എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. നമ്മളിൽ പെട്ടെന്ന് അങ്ങനെയൊക്കെ വളരെ ശീഘ്രമായി കോപിക്കുന്നവരൊക്കെ ആയി നമ്മൾ മാറാറുണ്ട്. പക്ഷെ ദൈവമക്കളെ, ആമേൻ, അതിനകത്തു നിന്നൊക്കെ നമുക്ക് വരേണ്ട മാറ്റങ്ങൾ നമുക്ക് വന്നേ പറ്റത്തുള്ളൂ. ആമേൻ. എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം? എങ്ങനെ നമുക്കിത് മാറ്റാം? ആമേൻ. നമുക്കിത് മാറ്റണം. ദൈവത്തിന് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും. ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടം. ഒന്ന് നമ്മൾ നോക്കിയേ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനകത്തെല്ലാം ഭഗവാക്കാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. സദൃശവാക്യം ആമേൻ 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 16-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 19. 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 19. 6 കാര്യം ശ്രദ്ധിച്ചോണേ. ഈ സദൃശവാക്യത്തിൽ ഇങ്ങനെ 3 കാര്യം യഹോവയ്ക്ക് അറപ്പാവുന്നു, 3 കാര്യം യഹോവയ്ക്ക് വെറുപ്പാവുന്നു. ഇങ്ങനെ സംഖ്യാക്രമം അനുസരിച്ച് ഇതിനകത്ത് ചില പദങ്ങളൊക്കെ പറയുന്നുണ്ട്. ആമേൻ. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷേ ആ വിഷയങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കിവിടെ 6 കാര്യം ദൈവത്തിന് എന്താകുന്നു? വെറുപ്പാകുന്നു. 7 കാര്യം അവന് അറപ്പാകുന്നു എന്നാണ് ആ വാക്യത്തിൽ കാണുന്നതെങ്കിലും നമ്മൾ അതിനെ തിരുത്തി പഠിക്കണം. അതായത് 7-ാമത്തെ കാര്യം അവൻ എന്താകുന്നു? ഹലോ, 7-ാമത്തെ കാര്യം അവൻ എന്താകുന്നു? അറപ്പാകുന്നു. 6 കാര്യം ദൈവത്തിന് വെറുപ്പാണ്. നമ്മൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് 7 കാര്യം അറപ്പാകുന്നു. 7 കാര്യമില്ല, 7-ാമത്തെ കാര്യം. ഇനി 6 എന്തുവാ, 7 ഏതാ, 7-ാമത്തെ എന്തുവാന്ന് നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. ആമേൻ. വായിച്ചേ. 1 ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്. എണ്ണി നോക്കണം. 1 ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും യഹോവയ്ക്ക് വെറുപ്പാ. ഈ 6 കാര്യം ദൈവത്തിന് എന്തുവാ? ഇതാരെഴുതിയതാ? ഇത് ശലോമൻ, ജ്ഞാനിയായ ശലോമൻ എഴുതിയിരിക്കുക. ഈ കാര്യം ദൈവത്തിന് വെറുപ്പാ. 7-ാമത്തെ കാര്യം ദൈവത്തിന് അറപ്പാ. എന്തുവാ 7-ാമത്തെ കാര്യം? സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ യഹോവയ്ക്ക്. ഹലോ, എൻ്റെ പുസ്തകത്തിലുള്ളതെന്ന് എനിക്കൊരു സംശയം. നമ്മുടെ പുസ്തകത്തിൽ ഇല്ലയോ? ഉണ്ടല്ലോ. നോക്കിയേ, ഇത് യഹോവയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ല ഇതൊന്നും. നമ്മൾ ഇതെല്ലാം വെച്ചോണ്ടാ കർത്തൃമേശ എടുക്കുന്നത്. ശ്രദ്ധിച്ച്, നമ്മളിതെല്ലാം നമ്മളെ കാണുന്ന ഒറ്റ കണ്ണെ ശരിക്കും നമ്മളെ സ്കാൻ ചെയ്യുന്നുള്ളൂ നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും അവൻ മറവായിരിക്കുന്നില്ല. ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൂടെ ആരറിയുന്നുണ്ട്?
ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ നിരൂപണങ്ങൾ പോലും അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ദൈവമക്കളെ ആ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നന്നായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നോക്കിയേ, ഗർവമുള്ള കണ്ണ്, ആമേൻ, വ്യാജമുള്ള നാവ്, പിന്നെ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, പിന്നെ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, പിന്നെ ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്, ശ്രദ്ധിച്ചോണം, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ഇതെല്ലാം ഈ വക പ്രവർത്തിക്കുന്നവരോട് ദൈവത്തിന് എന്തുവാ? വെറുപ്പാ. ദൈവം എന്നോട് ദൈവത്തിന് വെറുപ്പാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവത്തിന് എന്നോട് കരുണ തോന്നിയല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് വക്രനോട് ദൈവം വക്രനാണ്. ദയാലുവാണോ? നിന്നോട് ദയാലുവാ. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം കർത്താവേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നമ്മൾ പാത്രീഭൂതരല്ലായിരിക്കാം. പക്ഷേ ഇതിലേതെങ്കിലും പട്ടിക നമ്മളിലുണ്ടോ എന്ന് നമുക്ക് നോക്കുന്നതിന് ആരുടെയും ഒത്താശയോ ഉദവിയോ ഒന്നും വേണ്ട. നമുക്ക് നോക്കണം, എന്നിട്ട് നമുക്ക് ജീവിക്കാൻ നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ്, അത് ഏഴാമത്തെ കാര്യം, 7 കാര്യമല്ല, 7ാമത്തെ കാര്യമാണ്. ആമേൻ. എന്താണ് ദൈവത്തിന് 7ാമത്തെ കാര്യം? അറപ്പാ. മറ്റത് വെറുപ്പാ, അറപ്പാ. അത് 7ാമത്തെ കാര്യം സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നു. ആമേൻ. ഈ കർത്താവായ യേശു മലമുകളിൽ കയറിയിരുന്ന ആദ്യം പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ 5ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് നമ്മളുടെ യോഗ്യത, നമ്മൾ അതിനുള്ള ആ യോഗ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരാൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞ് പണ്ടുണ്ടായിരുന്ന അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹമൊന്നും മാതൃകയാക്കാതെ പുതിയ സൃഷ്ടിയുടെ അതേ തനി സ്വരൂപത്തിൽ ജീവിക്കുന്ന നമ്മളാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനം നമ്മൾ ഉണ്ടാക്കുന്നവരായിരിക്കണം. അല്ലാതെ വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ യഹോവയ്ക്ക് അവനോട് എന്നാ തോന്നുന്നേ? അറപ്പാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കിതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം പത്രോസ് ലീഹ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പത്രോസ് ഒരു ഭയങ്കര എടുത്തുചാട്ടക്കാരനും മുൻകോപിയും ഒക്കെ ആയിരുന്നു, അല്ലേ? പത്രോസ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. പത്രോസിന്റെ ആ മുൻകോപമാണ് പത്രോസിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് എന്നെ എടുക്കാൻ അനുവദിച്ചത്, വാളെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വാളെടുത്ത് ശതാധിപന്റെ കഴുത്തിന് വെട്ടി. പക്ഷേ ഉറക്കവും അല്പം ഒരു ഉറക്കപ്പിച്ചും ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നത് ഒത്തതുപോലെ ഈ ഉന്നം ശരിയായില്ല. വെട്ടുകൊണ്ടത് എവിടാ? അവൻ്റെ ചെവിക്കാണ് വെട്ടുകൊണ്ടത്. പക്ഷേ യേശു അതിനെ ശാസിച്ചിട്ട് ആ ചെവിയെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ആമേൻ. ആ യേശുവിൻ്റെ ആ സമാധാനവും സ്നേഹവും ഒക്കെ നമ്മൾ നോക്കണം. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. യേശു, ആമേൻ, അതെല്ലാം ശീമോൻ പത്രോസ് നേരിട്ട് അനുഭവിച്ച ആളായതുകൊണ്ട് നമുക്കതിന് നല്ലൊരു നിർദ്ദേശം ഈ പത്രോസ് പറഞ്ഞു തരുന്നുണ്ട്. ആമേൻ. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. ആമേൻ. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പത്രോസ് ശ്ലീഹ പറയാണ്, നിങ്ങളിലുള്ള ആ ദുർഗുണങ്ങളൊക്കെ മാറണ്ടേ? നമ്മളിലുള്ള ദൈവം വെറുക്കുന്ന ആ ദൈവത്തിന് അറപ്പായിരിക്കുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ നമുക്കുണ്ട്. അതൊക്കെ മാറണ്ടേ? ഇതൊക്കെ വെച്ചോണ്ടൊന്നും നമുക്ക് നിത്യതയിൽ പോകാനൊക്കത്തില്ല. ഇതൊക്കെ മാറ്റിയെടുക്കണ്ടേ? ഹല്ലേലൂയ.
അതിന് ധന്യനായ പൗലോസ്ലിക പറയാ, മാറ്റാൻ പറ്റും. ആർക്കാ ഇത് മാറ്റാൻ പറ്റാത്ത? ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി തന്ന കാര്യങ്ങൾ ഓർത്താൽ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, എന്തുവാ, അവന്റെ ദിവ്യ ശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് എന്നാ തന്നു? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനമായി തന്നു. നമുക്ക് തന്നിട്ടുണ്ട് അവന്റെ ദിവ്യ ശക്തി, ദൈവത്തിന്റെ കൃപ. കൃപ ലഭിക്കാത്ത ആരുണ്ട് ഇവിടെ? ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ, നമ്മളെപ്പോഴും പറയും, ഞാൻ ഇന്ന് വന്നത് കൃപയാൽ, അല്ലോ, ഞാൻ ആയിരിക്കുന്നതും കൃപയാൽ. ഇത് ഈ കൃപ ദൈവത്തിന്റെ ദാനമാണ്. കൃപയെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാപിക്കാൻ അർഹത ഇല്ലാതിരുന്ന സ്ഥാനത്ത് എന്നെ അർഹനാക്കി തീർത്തതാണ് ദൈവത്തിന്റെ കൃപ. ആമേൻ. എനിക്ക് കിട്ടാൻ ഒരു യോഗ്യതയില്ലായിരുന്നു, പക്ഷേ എന്നെ യോഗ്യനാക്കി അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണ് കൃപ. അങ്ങനെയാണെങ്കിൽ ആ കൃപയ്ക്ക് പാത്രീഭൂതരായ നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദിവ്യ ശക്തിയാൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി അതും പോരാഞ്ഞിട്ട് അടുത്ത വാക്യം, നോക്കണം. ഇത് ഈ ദിവ്യ ശക്തിയാൽ നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ള ഒക്കെ ദാനം ചെയ്തിട്ട് പിന്നെ പറയാണ് ചെയ്തിരിക്കുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളും. ഹലോ, നമ്മൾ ഇന്ന് രാത്രിയിലും ദൈവപാദപീഠത്തിൽ വന്നിരുന്നതിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടും ലക്ഷ്യവും ഒന്നേ ഉള്ളൂ, എനിക്ക് തന്ന വാഗ്ദത്തങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്ന വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും വാക്കെന്ത് ചെയ്യുന്നില്ല, മാറത്തില്ല. വാഗ്ദത്തം ചെയ്തവൻ ആരാ? വിശ്വസ്തന്. അതിമഹത്തായ വാഗ്ദത്തങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദുർഗുണങ്ങളൊന്നും വേണ്ട. ഇതുകൊണ്ടൊന്നുമല്ല എനിക്ക് ലഭിക്കേണ്ട നന്മകളും എനിക്ക് ലഭിക്കേണ്ട ആവശ്യമുള്ള കൃപയും എൻ്റെ ദൈവം എനിക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഗർവമുള്ള കണ്ണുകൊണ്ടോ ദോഷത്തിനോടുന്ന കാലുകൊണ്ടോ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കിയിട്ടോ എനിക്ക് ഈ കൃപയുടെ ആവശ്യമില്ല. ഉയരത്തിൽ അതിമഹത്തായ വാഗ്ദത്തം എനിക്ക് തന്ന ദൈവം അതും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് നമുക്ക് തന്ന ആ മഹത്തായ വാഗ്ദത്തം എത്ര കനമേറിയതാ. ആമേൻ. അതുകൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ധൈര്യപ്പെട്, അല്ലെ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം സാരമില്ലെന്നെണ്ണി വരാനിരിക്കുന്ന നിത്യ തേജസ്സിന്റെ ആ കനമോർത്താൽ ഈ ക്രിസ്തീയ ജീവിതം എത്ര ധന്യമാ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇത് പറയുമ്പോൾ ആ മഹത്തായ വാഗ്ദത്തം എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന്. ആമേൻ. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് എനിക്ക് പരിക്കൊന്നും പറ്റരുത്, അപകടം എനിക്ക് ഉണ്ടാകല്ലേ, അല്ലെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിടരുത്. എനിക്ക് പരിക്കൊന്നും പറ്റാതെ, പോറലൊന്നും പറ്റാതെ, ആരും എന്നെ ആക്ഷേപിക്കാതെ എനിക്ക് പോണം. അതല്ല ക്രിസ്തീയ ജീവിതം. ദാനിയേല് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അവന്റെ ടീപ്പോയെ കിടപ്പുണ്ട്, അവന്റെ മേശയെ കിടപ്പുണ്ട്, ഒരു കവറിനകത്ത് ഒരു ലെറ്റർ കിടപ്പുണ്ട് എന്ന് വിചാരിക്കുക, അല്ലേ? ഒരു രേഖ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ഇനി ദൈവത്തോടല്ലാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ല. അവന്റെ പ്രാർത്ഥനയ്ക്ക് വിലങ്ങ്. അഥവാ നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്നെ പിടിച്ച് എവിടെ ഇടുന്ന? സിംഹക്കുഴിയിലിടും. സത്യം പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവന് പരിക്ക് പറ്റും, അവന് അപകടമുണ്ട്, മരണമുണ്ട് മുന്നിൽ.
ആർക്കറിയാം അത്? ദാനിയേലിനറിയാം. അറിഞ്ഞുകൊണ്ട് ദാനിയേലിനറിയാം, ഈ പ്രാർത്ഥന ഞാൻ നിർത്തിയല്ല, ഇത് പതിവായി ഞാൻ എടുത്തിരിക്കുന്ന പ്രാർത്ഥനയാ. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ ഗ്രഹിച്ച ഒരു പാഠമുണ്ട്. ആമേൻ. 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഈ പ്രവാസത്തിനകത്തുനിന്ന് ഒരു മാറ്റമുണ്ടെന്ന് ഒരു വാഗ്ദത്തം യിരെമ്യാ പ്രവാചകനിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് നിറവേറി കാണാൻ ഭക്തനായ ദാവീദ് ദാനിയേൽ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് അവൻ പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ അവിടുത്തെ ഭരണാധികാരികൾ ചടകൊടഞ്ഞ് എഴുന്നേറ്റു. പക്ഷേ അതുകൊണ്ടൊന്നും ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയില്ല. അവൻ പ്രാർത്ഥിച്ചാൽ അപകടമുണ്ട്, അവന് മരണമുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ദാനിയേൽ അത് കണ്ട് പേടിച്ച് പുറകോട്ടൊന്നും പോയില്ല. അവൻ ആ പതിവ് പ്രാർത്ഥന തുടർന്നു. വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ധാരണ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങി വെച്ച് എനിക്ക് പരിക്കൊന്നും പറ്റില്ല, ഞാനിങ്ങനെ വൈറ്റ് കോളറായിട്ട് ഇങ്ങനെ പോകും, അതിന് വേണമെങ്കിൽ ഞാൻ എന്ത് ഊടായിപ്പം പ്രവർത്തിക്കും, എനിക്ക് പരിക്കൊന്നും പറ്റാൻ പാടില്ല, എന്നെ ആരും ആക്ഷേപിക്കാൻ പാടില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിയോ കഷ്ടമുണ്ട്. ക്രിസ്ത്യാനിയാണോ നിനക്ക് ഉപദ്രവമുണ്ട്. ആമേൻ. നിന്നെക്കുറിച്ച് എല്ലാ തിന്മയും എന്നായിട്ട് പറയും, കളവായിട്ട് പറയും. ആമേൻ. ഇവിടെയാ നമ്മുടെ കൃപ വെളിപ്പെടേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെയാ നമ്മൾ ശക്തരാകേണ്ടത്. ഇന്ന് രാത്രിയിൽ എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാനൊന്ന് പറയാം, നിന്നെ കർത്താവ് വിളിച്ചതും നിന്നെ ശക്തനാക്കി മാനിക്കാനാ. അതുകൊണ്ട് നീ ഉറച്ചു നിന്നോ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. വാഗ്ദത്തം ചെയ്ത ദൈവം ആരാ? വിശ്വസ്തൻ. ആമേൻ. പരിക്ക് പറ്റുമെന്ന് അറിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കാൻ ശക്തരാകണം. തീരുമാനത്തിൽ നമ്മൾ പുറകോട്ട് പോകരുത്. എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കി, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ ആരാകണം? ദിവ്യ ഈ കാര്യങ്ങളാൽ ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന ആ നാശം ഞാൻ വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് ഞാൻ ആരാകണം? നമ്മൾ ആരാകണം? കൂട്ടാളികളാകണം. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദത്തമുള്ള ഞാൻ, ഈ കൃപയുള്ള ഞാൻ, ദൈവത്തിൻ്റെ ആ വിളിയുള്ള ഞാൻ ആരാകണം? അനുദിനം ദൈവത്തെ ആരാധിക്കുന്നതനുസരിച്ച് ആമേൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാകണം. ആമേൻ. എൻ്റെ ദുർഗുണങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറണം. നമ്മുടെ ദുർഗുണങ്ങളെല്ലാം മാറണം. എന്നിട്ട് നമുക്ക് ഏത് ഗുണം വരണം? സൽഗുണം ഉണ്ടാകണം. ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരാകണം? കൂട്ടാളികളാകണം. ആമേൻ. അതാണ് നമുക്ക് പത്രോസ്ലീഹ നമുക്ക് തരുന്ന നിർദ്ദേശം. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ ആളും മാറിയവനെ പോലെ ആകും. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് അങ്ങയുടെ, അതല്ലേ നമ്മൾ പിൻപിലെ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മളിത് പറഞ്ഞാൽ പോരെ, കാണണം. സത്യത്തിൽ നോക്കി ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോഷ്ക്ക് പോലും പറയാനുള്ള അനുവാദം നമുക്ക് ഇല്ല. ഒന്ന് കോപിക്കാൻ പോലുമുള്ള അനുവാദം സത്യം പറഞ്ഞാൽ നമുക്കില്ല. ഇനി കോപിച്ചാൽ നീ എന്നാ ചെയ്യരുതെന്നാ? പാപം ചെയ്യരുത്, ക്രോധം ഉണ്ടാകരുത്, അസൂയം ഉണ്ടാകല്ലേ. എന്നാ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു കടുത്ത ഒരു പ്രതിസന്ധി പോലെ ആയിപ്പോകും. ദൈവമക്കളെ, ഇതിനകത്ത് ഇറങ്ങിയേച്ച് നമ്മൾ ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരാണ്. ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത. എൻ്റെ മകനെ തീമോത്തിയോസേ, കഷ്ടമുണ്ടടാ ഇതിനകത്ത്. പൗലോസ് പറയാ, മോനെ കഷ്ടമുണ്ട്, നീ ശ്രദ്ധിച്ചോണം.
അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ചെമ്പുപണിക്കാരൻ. അവൻ ഞാൻ പ്രസംഗിച്ച വചനത്തോട് അവൻ എന്ത് ചെയ്തു? എതിർത്ത് നിന്നയാളാ. നീ അവനെ ശ്രദ്ധിച്ചോണം. അവനോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത്. കഷ്ടം സഹിക്കണം. സഹിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ വചനം പറഞ്ഞു, സഹിച്ചാൽ നീ കൂടെ വാഴും. ആമേൻ, ആമേൻ. ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ താഴ്ത്തു വായിക്കാനുണ്ട്. നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും. കണ്ടോ? ഭക്തിയോട് സഹോദരപ്രീതിയും. ഈ സഹോദരന്മാരുടെയൊക്കെ പ്രീതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭക്തി ഉണ്ടാകണം. ഭക്തിയില്ലാത്ത സഹോദരപ്രീതിയും, അതുപോലെ പരിജ്ഞാനമില്ലാത്ത സ്നേഹവും. സ്നേഹിക്കണം. സ്നേഹമല്ല, എങ്ങനെ ആയിരിക്കണം? പരിജ്ഞാനത്തോടുകൂടിയുള്ളതായിരിക്കണം, ഭക്തിയോടുകൂടെയുള്ളതായിരിക്കണം, അത് നിർമ്മലമായിരിക്കണം, അത് കുറ്റമില്ലാത്തതായിരിക്കണം. ശത്രു ഒരു തിന്മയും, പ്രതിയോഗി നമ്മളെക്കുറിച്ച് ഒരു തിന്മയും പറയാൻ ഇടവരരുത്. ശ്രദ്ധിച്ചോണം. നമ്മുടെ വിരുദ്ധ തെറ്റിക്കരുത്. ശ്രദ്ധയോടെ ജീവിക്കാൻ കർത്താവേ, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ എൻ്റെ ഈ ചെറിയ ജീവിതം, നമുക്കൊറ്റ ജീവിതമേ ഉള്ളൂ. ഒരു പാട്ട് തെറ്റിയാൽ അടുത്ത സഭായത്തിൽ നമുക്ക് ആ പാട്ട് കറക്റ്റ് ചെയ്യാം, ഇല്ലേ? പ്രസംഗിക്കാൻ ഞാൻ കുറിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാം. ആമേൻ. ഞാൻ ഓടിക്കുന്ന കാർ എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിയാൽ അത് വിറ്റിട്ട് മറ്റൊന്ന് വാങ്ങാം. പക്ഷേ എൻ്റെ ഈ ജീവിതം ഒറ്റ ഒരു ജീവിതമേ ഉള്ളൂ. ഇത് കറക്റ്റായിരിക്കണം. എല്ലാ കണ്ണുകളും അടച്ചേ. ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ട ആ വചനത്തിന് മുമ്പിൽ നിനക്കൊറ്റ ജീവിതമേ ഉള്ളൂ. ചുരുങ്ങിയ ആയുസ്സുള്ള ഒറ്റ ജീവിതമേ ഉള്ളൂ. എന്നെ എൻ്റെ യേശു വിളിച്ചു. എന്നെ എൻ്റെ യേശു വിളിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്തിനാ വിളിച്ചത്? നീ ദിവ്യ സ്വഭാവത്തിന് ആരാകണം? കൂട്ടാളികളാകണം. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം നീ വിട്ടൊഴിയണം. ആമേൻ, ഹല്ലേലൂയ. മോഹം നിന്നെ പാപത്തിലേക്ക് എത്തിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിന്റെ ശമ്പളമോ? ആമേൻ. ഈ ഒറ്റ ജീവിതം ജീവിച്ചിട്ട് അത് മരണത്തിന് വിട്ടുകൊടുക്കാനല്ല. എൻ്റെ യേശു എനിക്ക് പ്രധാനം വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ചെയ്ത ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര ശ്രേഷ്ഠമാ! ഇന്ന് രാത്രി ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ആമേൻ. ഈ ജീവിതം കൊണ്ട് നാം പാഴാകരുത്. ആമേൻ. ഒരു ദുരന്തമായി അവസാനിക്കരുത്. അതൊരു നിത്യതയുടെ നിത്യജീവനായി മാറണം. ആമേൻ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഞാൻ യോഗ്യനായി തീരണം. ആമേൻ. അതിന് തത്തുല്യമായ ജീവിതം നയിക്കാൻ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ ലോകത്തിന്റെ മോഹത്താൽ ഞാൻ അറിയാത്ത ഏതെങ്കിലും നാശം എന്നിൽ വന്ന് ഭവിച്ചിട്ട് എൻ്റെ സൽഗുണങ്ങളെ ദുർഗുണമാക്കി, ആമേൻ, എൻ്റെ ദിവ്യ സ്വഭാവത്തെ പൈശാചിക സ്വഭാവമാക്കി എപ്പോഴെങ്കിലും മാറ്റുന്ന ഏതെങ്കിലും ഒരു പ്രകൃതം എന്നിലുണ്ടോ എന്ന് നോക്കി
മാറ്റി എന്നെ ശാശ്വതമായ മാർഗത്തിൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? ശാന്തോന കരലമാ. ആമേൻ. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, യിരെമ്യാവേ, നീ കുശവന്റെ വീട്ടിലോട്ട് ചെല്ല്. യിരെമ്യാവ് ചെല്ലുമ്പോൾ അദ്ദേഹം ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ കുശവന്റെ കയ്യിൽ പണിതുകൊണ്ടിരുന്ന ഒരു പാത്രം ചീത്തയായിപ്പോയി. നോക്കു പ്രിയരെ, ആ കുശവൻ മെനയുന്നവന്റെ മനസ്സിൽ, ആമേൻ, അവൻ മനസ്സിൽ ഒരു പാത്രത്തിന് ഡിസൈൻ കണ്ടിട്ടുണ്ട്. അതവന്റെ കൈ കൊണ്ട് മെനഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മെനഞ്ഞുകൊണ്ടിരുന്നവന്റെ മനസ്സിൽ കണ്ട ചിത്രം പോലെ ആ പാത്രമായി വന്നില്ല. അതവന്റെ കയ്യിൽ ചീത്തയായി പോയി. തകർന്നതല്ല, ചീത്തയായതിനെ അവൻ വലിച്ചെറിയല്ല ചെയ്തത്, വീണ്ടും ഒന്നുകൂടെ ഉടച്ചതിനെ വാർത്തു, അവന്റെ മനസ്സിനെ രൂപമാക്കി അതിനെ പണിതെടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യമിത്രങ്ങളോട്, എൻ്റെ മാന്യ സഹോദരങ്ങളോട് ഞാൻ ആത്മാവിൽ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചീത്തയായതിനെ നന്നായി പണിയാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നീ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്ക്, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ വലിച്ചെറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, ഇത് കളയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ കയ്യിൽ പുതിയ ഒരു പാത്രമായി രൂപപ്പെടാൻ എൻ്റെ യേശു ആഗ്രഹിക്കുക. ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയരെ, നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ദൈവവചനത്താൽ അനുഗ്രഹിക്കട്ടെ.